പ്രമന്ദഹാസം വാദാലേ സുമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് ഓൾറെഡി ലേറ്റ് ആണ്. എല്ലാ വൈഷ്ണവരുടെയും പാതാരവിന്ദങ്ങളിൽ എൻ്റെ ദണ്ഡപ്രണാം. അപ്പോ ഈ അധ്യായം ദേവാസുര ഭാവങ്ങളെ കുറിച്ചാണ്. എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ദൈവിക ഗുണങ്ങളുള്ള ആളുകളുടെ മുഖമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ. അപ്പോ ഒരു ആസുര ഗുണമുള്ള ഞാൻ തന്നെ ഈ ശ്ലോകം എടുക്കുന്നത് വളരെ ഒരു യാദൃശ്യമാണ്. എന്തായാലും ഈ ഒരു അവസരം തന്ന പ്രസാദ് കൃഷ്ണ പ്രഭുവിന് ഒരുപാട് നന്ദി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തിരക്കെട്ട ഈ ഭൗതിക ലോകത്ത് ഈ ജീവിതത്തില് ഭഗവത്ഗീത നമുക്ക് ഭഗവത്ഗീത തന്നിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും വായിക്കാനുള്ള അവസരങ്ങൾ പലപ്പോഴും ഭഗവാൻ നമുക്ക് കുറച്ച് തരും. കാരണം മായാദേവി അങ്ങനെയാണ് നമ്മളെ പിടിക്കുന്നവരെ. അപ്പോ ഇതേപോലുള്ള ക്ലാസ്സുകൾ പ്രൊജക്ട് ഞാൻ പറഞ്ഞു, പ്രൊജക്ട് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതാണ്. പല ആളുകളെ ഞാൻ സമീപിച്ച് നോക്കിയാണ്, പക്ഷെ മാറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ഭഗവത്ഗീത വായിക്കും എന്നുള്ള അതിന് പ്രസാദ് കൃഷ്ണ പ്രഭുവിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി. ഇപ്പോൾ നമുക്കറിയാം ഈ അധ്യായം ദേവാസുര ഭാവങ്ങളെ കുറിച്ചാണെങ്കിൽ തന്നെ ഈ ശ്ലോകങ്ങൾ 24 അല്ലെ അത്ര ശ്ലോകങ്ങൾ ഉണ്ടെങ്കിലും ഇതിനകത്ത് ഭൂരിഭാഗം പറയുന്നത് ആസുര ഇതിനെ കുറിച്ചിട്ടാണ് അല്ലെ. ആദ്യത്തെ ഒരു 3-4 ശ്ലോകങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആസുര സ്വഭാവങ്ങളെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഭഗവാൻ അറിയാം. കാരണം ഈ ഭഗവത്ഗീത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം മുമ്പാണ് ഉണ്ടായത് അല്ലെ. 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവസ്വാൻ ഉപദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് നഷ്ടം വന്നു പോകുന്ന കണ്ടപ്പോൾ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നമുക്കായിട്ട് അല്ലെ, കലിയുഗത്തിലെ ജനങ്ങൾക്കായിട്ട് ഇത് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഈ ഭാവാർത്ഥങ്ങളൊക്കെ പ്രഭാതത്തിലൂടെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആണ് ശരിക്കും പറഞ്ഞ ഈ ഭാവാർത്ഥം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ കലിയുഗത്തിൽ, കാരണം ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം എന്ന് പറഞ്ഞത്. കാരണം മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണെന്നാണ് പറയുന്നത് അല്ലെ. നമ്മുടെ കുടിൽ നിന്ന് നമ്മൾ കൊട്ടാരം ഫ്ലാറ്റ് വരെയൊക്കെ എത്തി. അപ്പൊ മാറ്റങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ ആസുര ഭാവങ്ങളിലെ വളർച്ച വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ 5000 ചില്ലാനും വർഷങ്ങളായിട്ടുള്ള കലിയുഗം ആരംഭിച്ചിട്ട് തന്നെ. പക്ഷേ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ചുറ്റുപാട് നമുക്ക് നോക്കിയറിയാം. ഓരോ ദിവസത്തെ വാർത്ത വായിച്ചറിയാം. നമുക്ക് ശുഭകരമായിട്ടുള്ള വാർത്തകളിലൂടെയല്ല ഒരു ദിവസം ആരംഭിക്കുന്നത് പലപ്പോഴും അല്ലെ. അശുഭകരമായുള്ള വാർത്തകളായിരിക്കും. ഈ പ്ലെയിൻ ക്രാഷ് സംഭവിച്ചു അല്ലെ. പിന്നെ യുദ്ധങ്ങൾ നടക്കുന്നു. ഇസ്രായേൽ ഇറാഖിനടിക്കുന്നു അല്ലെ. അതേപോലെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്നു. ഇങ്ങനെ ആക്രമണം എന്നുള്ളത്, അതായത് വയലൻസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സിനിമകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ ആകർഷകരാകുന്നത് സിനിമയിലാണ് അല്ലെ. ദൃശ്യമാധ്യമങ്ങളിലാണ് അത് കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നത്. അപ്പൊ ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഇപ്പോ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മളൊക്കെ പണ്ടൊക്കെ സിനിമകൾ ഒരുപാട് കാണുന്നവരായിരിക്കും. നമ്മളൊക്കെ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ വളരെ കുറച്ചൊക്കെ കാണുന്നത് അല്ലെ. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിരുന്ന ആളുകൊണ്ടാണ് എൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ ആയി പോകുന്നത് കേട്ടോ. അപ്പൊ അത് വൈഷ്ണവർ ക്ഷമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, മാർക്കോ എന്ന് പറഞ്ഞ സിനിമ അല്ലെ. മലയാള സിനിമയാണ്, അഡൽട്സ് ഉള്ളി മൂവിയാണ്. പക്ഷെ അതില് വയലൻസ് ആണ് മാക്സിമം. അപ്പോ അതില് കുട്ടികളുടെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്, മേളിലുള്ള ആൾക്കാർക്കാണ് അത് കാണാൻ അനുമതി ഉള്ളത്. പക്ഷെ എന്താ സംഭവിക്കുക? നമുക്ക് ഒരു ക്ലിക്കിൽ ഇതെല്ലാം കാണാൻ സാധിക്കും അല്ലെ. നമ്മുടെ കുട്ടികളെല്ലാവരും ഈ വയലൻസ് എല്ലാം കാണുന്നത്, ഈ വയലൻസ് ആസ്വദിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ശരിക്കും ഇത് കണ്ടിട്ട് പോകും, ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അതിനോടൊപ്പം ആ വയലൻസ് എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ചിന്തിച്ചു തുടങ്ങിയാണ് കുട്ടികളൊക്കെ. ഇപ്പൊ തുടരും എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരനുണ്ട്, ഓട്ടോ ഓടിക്കുന്ന അരുൺ എന്ന് പറഞ്ഞിട്ട്. അരുൺ വന്നിട്ട് ആദ്യം എടുത്ത് പറഞ്ഞിട്ട് തുടരും അടിപൊളി സിനിമയാണ്, പോയി കാണോട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അവന് കാണാം, കുഴപ്പമൊന്നുമില്ല, മോഹൻലാലിന്റെ സിനിമയാണല്ലോ, കാണാമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറയാ എൻ്റെ അടുത്ത്, അതിനകത്ത് വില്ലനാണ് സൂപ്പർ, ഭയങ്കര ക്രൂരനായിട്ടുള്ള വില്ലനാണ്, നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോ
വില്ലന്മാർക്ക് പ്രാധാന്യം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് കടന്നു പോകുന്നത് അല്ലെ. പണ്ടത്തെ നമ്മൾ സിനിമകൾ കാണുമ്പോൾ സൽസബയായിട്ട് നായകനൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലെ. പുകവലിക്കാത്ത, മദ്യപിക്കാത്ത, സ്ത്രീകളോടൊന്നും മോശം പറയാത്ത അങ്ങനെയുള്ള ആളുകളെ കാണുന്നത്. പക്ഷെ ഇന്നുള്ള നായകന്മാരൊക്കെ നേരെ തിരിച്ചാണ്. എല്ലാവരും മദ്യപിക്കും. മദ്യപാനം ഒരു നാച്ചുറൽ തിങ്സ് ആയിട്ട് നമ്മുടെ ഇടയിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലെ. നമ്മുടെ ഗവൺമെന്റ് തന്നെ അതിന് അപ്രൂവൽ കൊടുത്തിട്ട് ഒരുപാട് എന്താ പറയാ ഔട്ട്ലെറ്റുകളൊക്കെ ഒരുപാട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടു, തിരുവനന്തപുരത്ത് നമ്മുടെ തട്ടുകട നടത്തുന്ന പോലെ ബിവറേജ്, അതായത് ഒരു വണ്ടി കൊണ്ട് നിർത്തുന്നു, അതിൽ നിന്ന് തട്ടൊക്കെ തുറന്നു വെച്ചിട്ട് ഓഫറൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നു. അപ്പോൾ അതേപോലത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആ മദ്യപാന ആസക്തി അവർക്ക് എത്രത്തോളം, അതായത് നമ്മൾ പറയുന്നുണ്ട് ഈ മദ്യത്തിന്റെയൊക്കെ മേളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അല്ലെങ്കിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എഴുതി വെക്കുന്നവർ തന്നെ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇത് വിൽക്കുകയാണ് ശരിക്കും അല്ലെ. മാക്സിമം ഔട്ട്ലെറ്റിൽ കൂടെ വിൽക്കുകയാണ്. അപ്പോ ആസുരിക സ്വഭാവങ്ങള് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ ഗവൺമെന്റുകളും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ അല്ലെ, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ കുട്ടികളൊക്കെ ഈ ആസുരിക സ്വഭാവത്തിന്റെ ചില പ്രത്യേകതകൾ പറയാം. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ധീരതാ പ്രഭുജി പറഞ്ഞു, ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ആസുരിക സ്വഭാവം കിട്ടുന്നത് അല്ലെ. ജന്മന തന്നെയല്ല, നമ്മുടെ അമ്മയുടെ വയറിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ആ സ്വഭാവം കിട്ടുന്നുണ്ട് അല്ലെ. അതിന് പ്രഭുജി ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു, അതെങ്ങനെ കിട്ടുന്നു, പൂർവ്വജന്മത്തിലുള്ള പാപങ്ങളുടെ ഫലമായിട്ട് കിട്ടുന്നു. പിന്നെ എന്തൊക്കെയായിരിക്കും, അമ്മയുടെ രീതിക്ക് അനുസരിച്ച് ആ കുട്ടിയുടെ സ്വഭാവം മാറും അല്ലെ. ശരിയല്ലേ. അമ്മയുടെ ഒരു വയറ്റിനുള്ളിൽ കിടക്കുന്ന ഒരു ട്യൂബ് വഴി കണക്റ്റഡ് ആണ് അമ്മയും കുട്ടിയും തമ്മിൽ. അപ്പോ ആ കുട്ടിക്ക് അമ്മ എന്ത് ചെയ്താലും, അമ്മ എത്ര വിഷമിച്ചാലും ദേഷ്യം വന്നാലും ഒരുപാട് എരിവും മാംസാഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ടിട്ട് കുട്ടിക്ക് ഈ ആസുരിക സ്വഭാവം ഓൾറെഡി അവന്റെ ബ്ലഡിലേക്ക്, അവന്റെ സ്വഭാവത്തിലേക്ക് ഈ ആസുരിക ഭാവം കയറുമെന്നാ പറയുന്നത്. അപ്പൊ ആ കുട്ടി പുറത്തു വന്ന് എന്തായിരിക്കും അല്ലെ, കംസനെ പോലെ തന്നെയൊക്കെ പെരുമാറും. അതിന് നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോ അതിന് ഉദാഹരണത്തെ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇപ്പോ ഞാനിത് ഇതായിട്ട് പറയണല്ല, ഇപ്പൊ നമ്മുടെ ഗൗര, അച്യുത്, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. മോന്റെ പേര് ഞാൻ മറന്നു കേട്ടോ, ഋഷികേശ്. ഈ കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പല ടൈപ്പ് കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഈ ആസുരിക ഭാവങ്ങൾ കാണിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ അവർ ഒരു കാരണം ഉണ്ടാവില്ല, ഈ മേളിലിരിക്കുന്ന മേശപ്പുറത്തിരിക്കുന്ന ചിലപ്പോ പ്ലേറ്റ് ഒക്കെ എടുത്ത് താഴത്തേക്ക് എറിയും, നമ്മളെയൊക്കെ പിടിച്ച് മാതും കടിക്കും. പല ആക്രമണ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഗൾഫിലായിരുന്ന സമയത്ത് ഈ ബഹ്റിനി കുട്ടികളുണ്ട്. അവർ നമ്മൾ ഒറ്റയ്ക്ക് സൈക്കിളിലൊക്കെ പോവുകയാണെങ്കിൽ വന്നിട്ട് സൈക്കിളൊക്കെ പിടിച്ച് വലിച്ചെറിയും, കുറെ ചീത്തയൊക്കെ പറയും നമ്മളെ. കുട്ടികളായിരിക്കും, ചെറിയ കുട്ടികൾ. അപ്പോ അതെന്ന് വെച്ചാൽ അവരുടെ ആ ആസുര സ്വഭാവം അവർക്ക് ജന്മന മാതാപിതാക്കളിൽ നിന്ന് കുട്ടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ട സന്ദേശം നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ ധർമ്മം അനുസരിച്ചിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോ മാതാപിതാക്കളുടെ ഇന്നത്തെ സമൂഹത്തിൽ എന്ന് വെച്ചാൽ ആർക്കും സമയമില്ല. എല്ലാവരും എന്താ പറയാ നെട്ടോട്ടത്തിലാണ്. രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ച് വീട്ടിൽ വരും. കുട്ടികളെ ചിലപ്പോ മുത്തശ്ശിമാരാക്കി നോക്കണം. മുത്തശ്ശിമാര് സീരിയലൊക്കെ കണ്ട് അങ്ങനെ കുട്ടികളെ ശീലിപ്പിക്കും. നാമജപമില്ല, ധർമ്മത്തെക്കുറിച്ചുള്ള പഠനമില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതങ്ങനെ ചെയ്യാത്തതിന്റെ ദൂഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൺട്രോൾ ഇല്ല. എന്താണ്, ആധ്യാത്മിക നോളജ് ഇല്ലാണ്ടായിപ്പോ അല്ലെ. ഇന്ന് കാണുന്ന സമൂഹത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് യുദ്ധങ്ങൾ അങ്ങാട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പക്ഷെ സ്പിരിച്വലി നമ്മൾ നോക്കിക്കാണുന്ന നമ്മുടെ ഒരു ആധ്യാത്മിക വിദ്യാർത്ഥി നോക്കിക്കാണുമ്പോൾ അവർ ഇസ്രയേല് അല്ലെങ്കിൽ ഇവര് പാലസ്തീൻ അല്ലെ, താലിബാനിലെ തീവ്രവാദികൾ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലെ. ശരിയല്ലേ. അവര് ഭഗവാന്റെ അംശം തന്നെയാണ്, ഭഗവാന്റെ സോൾസ് ആണ്. അവര് മനുഷ്യരാണ്. എല്ലാ മൃഗങ്ങളെയും മനുഷ്യരെയും ഒരേപോലെ നമ്മൾ കാണണമെന്നാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ സ്പിരിച്വലി നമ്മൾ, അതുകൊണ്ടാണ് പ്രഭാതർ അമേരിക്കയിൽ പോയിട്ട് ഹിപ്പികളായിട്ട് നടന്ന ആളുകളെയൊക്കെ എന്താ പറയാ അവരെയൊക്കെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഭാഗ്യം ഉണ്ടായത് അല്ലെ. അല്ലെങ്കിൽ അവരിൽ നിന്നാണ് നമുക്കിത് പഠിക്കാനും ഇത് അറിയാനും ഭഗവാനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് മനസ്സിലാകാനൊക്കെ കാരണമായത് ശീലപ്രഭാത് എന്നുള്ള ആചാര്യൻ വന്നതിന് ശേഷം മാത്രമാണ്. മറ്റെല്ലാം നമ്മൾ കണ്ടിരുന്നത് 33 കോടി
ദൈവങ്ങൾ എന്നാണ് അല്ലെ. അത് നമ്മൾ ചെറുതായിട്ടൊന്നും മാറ്റി 33 ദേവഗണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശിലപ്രഭാതത്തിൽ എന്നുള്ള മഹാ ആചാര്യന്റെ വരവോട് കൂടിയിട്ടാണ്. അതിന് ഭഗവാൻ ഒന്നേ ഉള്ളൂ, ഭഗവാന്റെ അംശമാണ്. ബാക്കി എല്ലാ ദേവഗണങ്ങളും നമ്മളെ പഠിപ്പിച്ചത് ശിലപ്രഭാതത്തിൽ തന്നെയാണ്. അപ്പോ ഈ ഗർഭാവസ്ഥയിൽ വരുന്ന ഈ കുട്ടികള് ധർമ്മം പഠിക്കാൻ സമയമില്ലാണ്ട് അവര് നമ്മുടെ കൺട്രോളിൽ നമ്മുടെ കുട്ടികളെ കിട്ടുന്ന സമയം എത്രയാ? ഒരു മാക്സിമം ഒരു 14 അല്ലെങ്കിൽ 15 വയസ്സ് വരെയൊക്കെ ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? അതിനുശേഷം അവരുടേതായ കൂട്ടുകെട്ടിലൂടെയും അവരുടേതായ ഭക്ഷണ രീതിയിലേക്ക് അവർ പോയി തുടങ്ങും. പക്ഷെ നമ്മൾ മാക്സിമം നമ്മുടെ കുട്ടികളെ എന്താണ് സസ്യാഹാരം കഴിപ്പിക്കാനും അല്ലെ, ഭഗവാന് ഓഫർ ചെയ്ത് കഴിപ്പിക്കാനും അതേപോലെ നല്ല രീതിയിൽ ആളുകളുടെ അടുത്ത് പെരുമാറാനും ഭഗവത്ഗീത ഒരു ദിവസം ഒരു ശ്ലോകമെങ്കിലും വായിക്കാനുള്ള ശിക്ഷണം നമ്മൾ പറഞ്ഞുകൊണ്ട്, ചിലപ്പോൾ ഇത് കുട്ടികൾ കേൾക്കണമെന്നില്ല, ശരിയല്ലേ? കുട്ടികൾ കേൾക്കില്ല, ചിലപ്പോൾ പഠിക്കില്ല, ചിലപ്പോൾ ഒരു റൗണ്ട് നാമം ജപിക്കണമെന്ന് പറഞ്ഞാൽ അവർ നാമം ജപിക്കില്ല. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളിൽ ഇവർ പെട്ടുകൊണ്ടേയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന സമൂഹം ഇതൊന്നും ആയിരിക്കില്ല, ശരിയല്ലേ? എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരാളെ ഇവിടെ തിലകം തൊട്ട് നടക്കണം, ഒരാളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് പണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇല്ല, കാരണം സമൂഹം അത്തരത്തില് എന്താ പറയുന്നത്, നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ തിലകം ധരിക്കണമെന്നും എന്താണ് ഭഗവത്ഗീത പ്രചരിപ്പിക്കണമെന്നൊക്കെ ഉള്ള ആ ലക്ഷ്യത്തിൽ നിന്നൊക്കെ മാറിപ്പോയ ആളുകളാണ് ഇന്നുള്ളത്. അപ്പൊ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ മാക്സിമം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ അവർ കേൾക്കില്ല, അവർ തള്ളിക്കളയും, അവർ ദേഷ്യപ്പെടും, ഇതെല്ലാം ചെയ്യും. പക്ഷെ നമ്മുടെ ധർമ്മം എന്താണ്? അവരെ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ ഒരു കുട്ടികൾക്ക് ഇത് മനസ്സിലാവും. ഏതെങ്കിലും ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ മരണ അവസ്ഥ വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്ന കാര്യം റൈറ്റ് ആണെന്ന് ഭഗവാൻ അവർക്ക് തോന്നിപ്പിക്കുന്ന ഒരു സമയം അവരുടെ ലൈഫിൽ കൊണ്ടുവരും. അപ്പോ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഒരു പരുന്ത് വളരെ ഉയരത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉയർന്നിട്ട് ഇങ്ങനെ പരുന്തിന് നോക്കുന്ന സമയത്ത് മറ്റൊരു ഒരു പക്ഷിയല്ല, പക്ഷെ ഒരു സാധനം പൊങ്ങിയാണ്, ഒരു പട്ടമാണ്. പട്ടം പൊങ്ങി വരുന്നതാണ്, അതിന്റെ ഒപ്പം തന്നെ പൊങ്ങി വരും. അപ്പൊ ഈ പരുന്ത് വരുന്ന ഇത് എന്താണിത്? കണ്ണില്ല, മൂക്കില്ല, ഒരു സാധനവും ഇല്ലാണ്ട് ഒരു സാധനം പൊങ്ങി വരികയാണ്. അപ്പൊ ഈ പരുന്ത് ചോദിക്കും, നീ എന്താ, ഏത് പക്ഷിയാന്ന് ചോദിക്കും. അപ്പൊ പരുന്ത് പട്ടം പറയും, എടാ പൊട്ട, ഞാൻ പട്ടമാണ്, പക്ഷിയല്ല എന്ന് പറയും. അപ്പോ ഓ പട്ടമാണോ ഇത്, നീ വാ, നമുക്ക് ഇനിയും ഉയരത്തിലേക്ക് പറക്കാന്ന് പറയും. അപ്പോ ഈ പട്ടം പറയും, ഇല്ല, എനിക്ക് പറക്കാൻ ഇത്രേ സാധിക്കുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ താഴ്ത്തുണ്ട്, ഭൂമിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലെ ചരട് അനുസരിച്ചിട്ടാണ് ഞാൻ മുകളിലേക്ക് പറക്കുന്നത്. അപ്പോ ഈ പരുന്ത് പറയും, ഓ അത് വലിയ കഷ്ടമായി പോയല്ലോ, ഇനിയും ഒരുപാട് ലോകങ്ങൾ നമുക്ക് ഒരുപാട് ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാല് ഈ മേഘങ്ങൾക്ക് മേളിൽ കൂടിയൊക്കെ പറക്കാം എന്ന് പറയും. അപ്പൊ ഈ പട്ടം പറയും, ഓക്കെ, എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. അപ്പൊ പട്ടം തന്നെ പറയും, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കൂർത്ത കൊക്കുണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് ഈ ചരട് അങ്ങോട്ട് പൊട്ടിച്ചു കളയാൻ പറയും. അപ്പൊ ഈ പരുന്ത് താഴത്തേക്ക് പറന്നിട്ട് ഇതങ്ങോട്ട് പൊട്ടിച്ചു കളയുമ്പോൾ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും കാറ്റിൽ പെട്ടിട്ട് അത് താഴത്ത് വന്ന് കുത്തിവെക്കും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ഈ പട്ടത്തിന്റെ ചരടാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ. ശരി, ഈ ചരട് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലമാണ് നമ്മുടെ കൺട്രോളിൽ അവരെ കിട്ടുക. അപ്പൊ നമ്മൾ മാക്സിമം അവരെ എന്താ പറയാ, നമ്മുടെ ധർമ്മം ശീലിപ്പിക്കാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കാം. നമ്മൾ ചിലപ്പോൾ നാണം കെടും, ചിലപ്പോൾ നമ്മളെ അവര് ദേഷ്യപ്പെടും, ചിലപ്പോൾ തല്ലും, പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആസുര സ്വഭാവമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരം കുട്ടികൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക. അതിന് പ്രഭാതർ പറയുന്നുണ്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മകനെ നേർവഴിക്ക് നടത്തിക്കലല്ല, ഒരു സോളിനെ അല്ലെ, ഭഗവാന്റെ ഒരു അംശത്തെ ആ ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള ഇനി അടുത്ത ജന്മം നമ്മൾ കാണുന്നുണ്ട്. ഒരു ഡിവോട്ടി കാണുന്നത് എങ്ങനെയാ? ആ ഒരു ലൈഫല്ല കാണുന്നത്, മറിച്ച് അടുത്ത ഒരു ജന്മം അല്ലെങ്കിൽ അനവധി ജന്മങ്ങൾ, എത്രയോ 1000 ജന്മങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മനുഷ്യജന്മം കിട്ടിയേക്കണേന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കത് മനസ്സിലായിക്കൂടെ. അവരിനി ഇത് നമ്മുടെ രീതിക്ക് വന്നില്ലെങ്കിലും നമ്മൾ ദുഃഖിക്കേണ്ട എന്നാണ് പ്രഭാതർ പറയുന്നത്. കാരണം നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നമ്മുടെ കടമ ചെയ്തു കഴിഞ്ഞു. അവർക്ക് ഏതെങ്കിലും ഒരു ജന്മത്തില് ഈ അവരെവിടെയാണോ ഹരകൃഷ്ണ മന്ത്രം നിർത്തിയത് അല്ലെങ്കിൽ ഭഗവത് നിർത്തിയത്, അവിടെ വെച്ചിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് അവർക്ക് കിട്ടും എന്ന് പ്രഭാതർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കള് ഈ ആസുരീയ ഭാവങ്ങളെ കുറിച്ചായതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും അതിലേക്ക് തന്നെയായിട്ട് പോകുന്നത്. അപ്പൊ അതായത് പല ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികളെ നമ്മൾ ഭൗതികതയിലേക്ക്
പുഷ് ചെയ്യുന്ന ചില ഘടകങ്ങൾ നമുക്കുണ്ട്. ശരിയല്ലേ? അതായത് നമ്മൾ പല രീതിയിലും അവരെ പ്രോത്സാഹിപ്പിക്കും. എന്താ പറയണേ, ഇന്നത് കഴിച്ചോളൂ, അല്ലെങ്കിൽ സിനിമ കണ്ടോളൂ, അല്ലെങ്കിൽ അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ എന്നൊക്കെ ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇവിടെ ഞങ്ങളൊക്കെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് പല പെൺകുട്ടികളൊക്കെ ഡ്രസ് ചെയ്ത് വരുന്ന കാണുമ്പോൾ നമ്മൾ അയ്യേന്ന് പറയും. അയ്യോ ഇത് എന്ത് കോലമാണെന്നൊക്കെ ചോദിക്കും അല്ലെ. പക്ഷെ കൂടെയുള്ള അമ്മ ഇത് ഗ്രേറ്റ് ആയിട്ടാണ് കൊണ്ടു കിടക്കണേ കുട്ടിയെ. അത്രയും അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ ജയലക്ഷ്മിയുടെ ഒക്കെ പരസ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ആനസി പ്രൊജി വർക്ക് ചെയ്യണതാണ് അല്ലെ. സാരിയുടെ പരസ്യമാണ് കൂടുതലും. പക്ഷെ തുണി എവിടെയാണോ വേണ്ടത് അവിടെ ഒന്നും ഉണ്ടാവില്ല ആ പോസ്റ്ററിൽ അല്ലെ. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ കാണുന്നതും കേൾക്കുന്നതൊക്കെ ഇതേപോലെയുള്ള ഔട്ട്സൈഡ് പോസ്റ്റേഴ്സ് അല്ലെ, ഈ പരസ്യങ്ങൾ ഇതൊക്കെ കാണുകയാണ്. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവണം എന്തുകൊണ്ടാണ്? നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പരസ്യത്തിൽ ലുലുവിൽ ഇന്ന് ഓഫർ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചേക്കുക, ഈ മെട്രോയുടെ പില്ലറിൽ നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് അവിടെ പോവാണ്. എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവിടെ പോയിട്ട് അതിലേക്ക് വിടുകയാണ്. അപ്പൊ ആ രീതിയിലാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പോക്ക്. ജയസാക്ഷി പ്രഭുജിയുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ജയസാക്ഷി പ്രഭുജി പറയാറുണ്ട്, ഒരു മാതാജി ഇടയ്ക്കൊക്കെ സെൻട്രലിൽ ടെമ്പിളിൽ വരുന്ന ഒരു മാതാജി പ്രഭുവിനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സ്വാമി ഒന്ന് വീട്ടിൽ വരണം, എന്റെ മോൻ വളരെ എന്താണ് അവൻ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അവൻ ഞങ്ങളുടെ അടുത്ത് പറയുന്നില്ല, കാരണം ഞങ്ങൾ അത്ര ഫ്രണ്ട്ലി അല്ല അവനായിട്ട്. അപ്പൊ അതുകൊണ്ട് അവന്റെ അടുത്ത് ഒന്ന് വന്നിട്ട് സ്വാമിജി സംസാരിക്കണം, അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. ശരി ഞങ്ങൾ വരാം, ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് പ്രഭുവും കൂടെ അവരൊക്കെ ആയിട്ട് പോയി ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവര് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. പ്രഭു എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ മാതാജി പറയാണ്, അവനിപ്പോ വൈകിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങും. നേരത്തെ ഒരു 10 മണി 11 മണി വരെയൊക്കെ വെക്കുന്ന ആളാണ്. 9 മണിക്ക് കിടന്ന് ഉറങ്ങും, വെളുപ്പിനെ 3:30 എണീക്കും പ്രഭു. എന്നിട്ട് നേരെ പോയി കുളിക്കുക. ആരെങ്കിലും കുളിക്കുമോ ഈ സമയത്തൊക്കെ? എന്നിട്ട് എന്താണ് ഭഗവാന്റെ അടുത്ത് മാലയിടുന്നു, മാല സ്വയം കൈകൊണ്ട് കെട്ടുന്നു, ആരതി ചെയ്യുന്നു, മണിയടിക്കുന്നു. അപ്പുറത്തെ വീട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? എന്നിട്ട് റൂമിൽ അടച്ചിരുന്നിട്ട് നാമം ജപിക്കുക. ഇവന് എന്തോ പ്രശ്നമുണ്ട് പ്രഭുജി, ഒന്ന് അവനെ ശരിയാക്കി തരുമെന്നാണ് പ്രഭുജി അടുത്ത് പറയുന്നത്. അപ്പൊ പ്രഭുജി ചോദിച്ചു, മാതാജി ഇവൻ മുമ്പ് പുകവലിയും മദ്യപാനവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കും. അതൊന്നുമില്ല പ്രഭു, അതൊന്നുമില്ല. പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതൊക്കെ ഇപ്പൊ ആരാ ചെയ്യാത്തത് പ്രഭു? എല്ലാവരും അതൊക്കെ ചെയ്യുന്നതല്ലേ, അതൊന്നും വിഷയമില്ല, ഇത് ഭയങ്കര പ്രശ്നമാണെന്നാ പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പ്രഭു പറയാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് പ്രഭു വിചാരിച്ചു ചെല്ലുന്നത് മദ്യപാനം കൂടിയിട്ടുണ്ടാവും, ആ കുട്ടി മദ്യപിക്കുന്ന ആണെന്ന് നേരത്തെ അറിയാവുന്ന ആളാണ് പ്രഭു. പക്ഷെ പ്രഭു അത് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ. പ്രഭു പിന്നെ പറയാറുണ്ട്, ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോ മാതാജിമാര് കുട്ടികളുടെ അടുത്ത് പറയും, മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ആശ്രമത്തോട് കൊണ്ടേയാക്കും, ഇതേപോലെ മൊട്ടയടിച്ച് അവിടെ നിൽക്കേണ്ടി വരുമെന്ന് പറയുമെന്ന് പറയാ. അപ്പൊ പ്രഭു പറയും, നമ്മൾ എന്താണ് അസുരന്മാരാണ്, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പ്രഭു പറയാറുണ്ട് ക്ലാസ്സിൽ. അപ്പൊ ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാം നെഗറ്റീവിലൂടെയാണ് നമ്മുടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മള് ബിവറേജിലൊക്കെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ബിവറേജ് ഉണ്ടാവില്ല, ഡിവോട്ടികൾ ആരും അങ്ങനെ പോകാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ പോയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഓട്ടോ സർവീസ് ആയതുകൊണ്ട് ഞാൻ ഒരു 8-10 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആ സമയം മുതൽ എനിക്ക് ഓട്ടം തരുന്ന ചില മേജർമാരുണ്ട്, അതായത് പട്ടാളത്തിലൊക്കെ വർക്ക് ചെയ്തൊക്കെ ആൾക്കാർ. അപ്പൊ ഇവര് പറയും, ഇവർ കൂടെ ഉണ്ടാവും, പക്ഷെ ഇവരുടെ കൂടെ ചെല്ലണം, നമ്മൾ കൂടെ ചെന്ന് ബാഗൊക്കെ പിടിച്ച് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് കഴിഞ്ഞ ഒരു പ്രാവശ്യം പോയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, മൊത്തം സ്ത്രീകളാണ് അവിടെ, പെൺകുട്ടികളാണ് ശരിക്കും പറഞ്ഞ, വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്. അതായത് ഈ മദ്യം വരുന്നത് എടുത്തു വെക്കുന്നത് സ്ത്രീകള്, പെൺകുട്ടികള്, അതൊക്കെ ഭയങ്കര അറേഞ്ച്ഡ് ആയിട്ട്, നമ്മൾ ഈ ഓർഡർ അലങ്കരിക്കാനും ബെസ്റ്റ് ആയിട്ട് അവര് ആ മദ്യം അലങ്കരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ബില്ലടിക്കുന്നത് അവർ തന്നെയാണ്, ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവരാണ്. ഒരുപാട് പേരുകളുണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരാണ്. ബില്ല് നമുക്ക് അവസാനം ഇങ്ങനെ ക്ലിപ്പൊക്കെ ചെയ്ത് തന്നെ അവരാണ്. അപ്പൊ ഞാൻ ഒരു ആളായിട്ട് ഞാൻ പരിചയപ്പെട്ടപ്പോൾ നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ കിട്ടിയ ജോലി എന്താണ്? ഈ ഗവൺമെന്റ് ജോലിയാണ് കിട്ടിയത്. ആ സന്തോഷത്തിൽ ജോയിൻ ചെയ്തതാണ്. അവർക്ക് താല്പര്യമില്ല അത് ചെയ്യാൻ, പക്ഷെ അവരതിൽ ആസ്വാദനം കണ്ടെത്തി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് പറയാണ്, നമുക്ക് എന്താണ് വേറെ വെയിലൊന്നും കൊള്ളണ്ട, പുറത്തേക്ക് ഇറങ്ങണ്ട, സുഖമാണ്, ഇവിടെ ഇരുന്നാൽ മതി, കാറ്റൊക്കെ കൊണ്ടിരിക്കാം. അപ്പൊ അവര് അത്ര നാളും നമ്മുടെ നാട്ടില് നമ്മൾ പലപ്പോഴും മുക്കിലും മൂലയിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് മദ്യനിരോധിത റാലി അല്ലെ, അതിനെതിരെ സമരം. ഇപ്പൊ അത് കാണാറുണ്ടോ ശരിക്കും?
അപ്പൊ അങ്ങനെ ഒരു പരിപാടിയില്ല. കാരണം അത് നോർമലായി, അതായത് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമായിട്ട്. അപ്പൊ ഈ പുള്ളിക്കാരത്തി പറയാ, ഇതിപ്പോ നമുക്ക് നല്ല വരുമാനവും കിട്ടും, ഇത് ചെയ്യാം. അപ്പൊ ഈ കുട്ടി ഒരു പ്രശ്നമുള്ളത്, മോനൊക്കെ മറ്റുള്ളവരടുത്ത് പറയുമ്പോ അമ്മയ്ക്ക് ബിവറേജിലാ ജോലി എന്ന് പറയുമ്പോൾ ഒരു നാണക്കേടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ അവരും കുഴപ്പമില്ല, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പൊ ഇതൊക്കെ കഴിക്കാറുണ്ടെന്ന് പറയാ പുള്ളിക്കാരത്തി. വീട്ടിലിരുന്ന് അവർ ഒരുമിച്ചാ കഴിക്കുന്നത്, കുട്ടികളും മാതാപിതാക്കളൊക്കെ ഒരുമിച്ചാ കഴിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് സമൂഹത്തിന്റെ ചിന്തകൾ എന്താണ്, ആസുര ഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കലിയുഗത്തില് ഏറ്റവും അവസാനമാവുന്ന സമയത്ത് പ്രഭാതർ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്താണ്, നമ്മൾ രാവിലെ ജനിക്കും, അർദ്ധരാത്രി മരിക്കും, അതിനുള്ളിൽ ചിലപ്പോ കല്യാണം ഒക്കെ കഴിഞ്ഞിരിക്കും, അതിനുള്ളിൽ ഭഗവാന്റെ നാമം ജപിക്കാനോ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് സ്മരിക്കാനോ പോലും സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്, ഈ സമയം. അതായത് ഇത് ഈ സമയം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, നമ്മുടെ ആസുരിക ഭാവങ്ങൾ നമ്മളിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കാര്യങ്ങള് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ആസുരിക ഭാവം എന്നുള്ളത് നമുക്കറിയാം, നമ്മള് ഒരുപാട് നമ്മുടെ നാട്ടില് നോൺ വെജ് ഇപ്പൊ കഴിക്കുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ചെയ്യുന്ന നമ്മളിപ്പോ ഭഗവാൻ ആരതി ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രസാദം കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജോലി, നമ്മുടെ പ്രൊഫഷൻ എന്താണ്, ആ പ്രൊഫഷനിലൂടെ നമ്മൾ പഠിച്ച് അത് നേടിയെടുക്കുന്ന സമയത്ത് അത് ആ ജോലി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ പ്രഭുജി പ്രീച്ചർ ആവാൻ വേണ്ടിയിട്ട്, അല്ലെ, ഒരുപാട് അതായത് ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് ഇത് എഴുതിയ ആളാണ് പ്രഭുജി. അപ്പൊ പ്രഭു പറയാണ്ട് അതിനകത്തേക്ക് എത്താനായിട്ട് പ്രഭുവിന് ഭയങ്കര ആഗ്രഹമുണ്ടാവും. ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആഹാരം നമ്മൾ വളരെയധികം സ്വാധീനിക്കും. അപ്പൊ ആഹാരം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, ഭഗവാന് നീതിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പൊ ഈ ആസുര സ്വാഭാവികളായിട്ടുള്ള ആളുകൾ നമ്മൾ റോഡിലൂടെയൊക്കെ ഇറങ്ങിയിടുന്ന കാണാം. ഞങ്ങൾ ഈ പറവൂരിന്ന് വരാപ്പുഴ വരുന്ന സമയത്ത് ഒരുപാട് മാർക്കറ്റുകൾ ഉണ്ട് അതിന്റെ ഇടയിലൊക്കെ, അല്ലെ? അപ്പോ ഇവിടെ ഉണ്ടാവും, പക്ഷെ ഇതിനേക്കാൾ കൂടുതലാണ് പറവൂർ മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ. അപ്പൊ നമ്മൾ ഈ വരുന്ന സമയത്തൊക്കെ ഒരുപാട് ബീഫിന്റെ കടകള്, ഫിഷിന്റെ കടകൾ, മാർക്കറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ ഈ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ ഈ മാംസങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് അവരെ നോക്കുന്ന സമയത്ത് നമ്മള് ഒരു കസ്റ്റമർ എന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നതെങ്കിലും, നമ്മൾ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അവരെ തലയിൽ 2 കൊമ്പ്, ദ്രംശകളൊക്കെ ഇറങ്ങി വന്നവരെ ഇറച്ചി വെട്ടാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ അവിടെ പോയി മേടിക്കുന്ന ആൾക്കാര് എങ്ങനെയാ മേടിക്കുന്നത്? 1/2 കിലോ ലിവർ, 1/2 കിലോ കുടല് എന്നൊക്കെ പറഞ്ഞാൽ മേടിക്കണേ. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളാണ്, അല്ലെ? നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ബോഡിയുടെ സാധനങ്ങളാണ് നമ്മൾ പോയി ചോദിച്ചു വാങ്ങിക്കുന്നത്, എന്നിട്ട് അത് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിൽ എത്രത്തോളം ആസുരിക ഭാവങ്ങൾ അത് തരുന്നുണ്ടെന്നുള്ളത് ഞാൻ പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ ഇത് റിയലൈസേഷന് വേണ്ടി മാത്രം പറയുകയാണ്, കാരണം ആരെങ്കിലും നോൺ വെജ് ഒക്കെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് സഹായമാകും. എൻ്റെ ഒരു 13ാമത്തെ വയസ്സിൽ ഞാൻ എല്ലാം കഴിച്ചിരുന്ന ആളുകളാണ് കേട്ടോ, പറന്ന് നടക്കുന്നതും എഴഞ്ഞു നടക്കുന്നതായിട്ടുള്ള എല്ലാവരും കഴിച്ചിരിക്കുക. വ്യാസാസനത്തിൽ നിന്ന് പറയാൻ പാടില്ല, പക്ഷെ ഞാനൊരു റിയലൈസേഷൻ പറയുകയാണ്. ഞാൻ ഒരു 13ാമത്തെ വയസ്സിൽ, പണ്ട് നമ്മളൊക്കെ നമ്മുടെ ഒരു കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പന്തലിടുക, ശരിയല്ലേ? നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അന്ന് കാറ്ററിംഗ് സർവീസ് ഒന്നുമില്ല, നമ്മൾ തന്നെ പന്തലിടുന്നു, നമ്മുടെ ഒരു ചേട്ടൻ കുക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെൽഡൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ക്രിസ്ത്യനാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പന്തലൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം കല്യാണമാണ്, എല്ലാ അലങ്കാരങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവൻ പറഞ്ഞു, 12 മണിയായി, രാത്രി 12 മണിയായി പറഞ്ഞു, ഇനി ഒരു സംഭവമുണ്ട്, വീടിന്റെ പുറകിലാണ്. അന്ന് എല്ലാവർക്കും ഒരുപാട് പറമ്പുകളുണ്ട്, വളരെ വീടുകളൊക്കെ കുറവാണ്. പറമ്പിൽ ഒരു സംഗതി നടക്കുന്നുണ്ട്, കാണിച്ചു തരാമെന്നുണ്ട്. അപ്പൊ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു മൃഗത്തെ കൊല്ലുന്നത് കാണുകയാണ്. അപ്പോ ഒരു പശുവിനാണ്, നല്ലൊരു പശുവാണ്. അന്ന് നമുക്ക് ഈ ആറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ല, അല്ലെ? നമ്മളെ എല്ലാത്തിനെയും കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഇത് കണ്ടു നിന്നതാണ്. അപ്പോൾ കാണുന്ന സമയത്ത് ഇതിന്റെ 4 കാലിലും കയറിട്ടിട്ടുണ്ട്, ഇതിന്റെ വായ ടേപ്പ് വെച്ചിട്ട് എന്താണ് ടേപ്പ് ചുറ്റിയിട്ടുണ്ട്, വായ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ നിർത്തിയതിന് ശേഷം ഒരു കുഴിയിലാണ് ഇതിനെ ഇറക്കി നിർത്തിയിരിക്കുന്നത്, കാരണം ഇത് ഓടാൻ പാടില്ല. അപ്പോൾ ഇവർ റെഡി 1 2 പറയുന്ന സമയത്ത് ഇതിന്റെ കാലുകള് ഒരു ദയമില്ലാണ്ട് 4 വശത്തേക്ക് വലിക്കുമ്പോൾ ഇത് കാലുകളൊക്കെ ഒടിഞ്ഞ് ഇതിന്റെ അകത്തേക്ക് ഇരിക്കും. ഞാൻ ഇത് പറയുന്നുണ്ട് ആർക്കും തോന്നരുത്.
അങ്ങനെ ചെയ്തതിന് ശേഷം കൂടം കൊണ്ട്, അതായത് വലിയ ആമർ കൊണ്ട് ഇതിന്റെ തലക്കടിക്കും. തലക്കടിക്കുന്ന സമയത്ത് ഒരാൾ പാര കൊണ്ട് ഇതിന്റെ ഇവിടെ കുത്തും. അതിൽ നിന്ന് ബ്ലഡ്, ഒരുപാട് ബ്ലഡ് പോകും. അപ്പൊ ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച്, എനിക്ക് എന്താ പറയുന്നത്, നമുക്ക് ഒരു തരിപ്പ് കാലിൽ നിന്ന് കയറിയിട്ട് നമുക്കിത് ചിന്തിക്കാൻ പറ്റാത്ത, കണ്ടു നിൽക്കാൻ പറ്റാത്ത. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അതിന്റെ കണ്ണിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ മിണ്ടാപ്രാണിക്ക് എന്താ പറയാ, വായ തുറക്കാൻ പറ്റില്ലല്ലോ, അടച്ചിട്ടേക്കുക. കണ്ണിൽ നിന്ന് കണ്ണുനീര് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. സോറി. അത്രയും ക്രൂരമായിട്ട് ഞാൻ കണ്ടു. കണ്ടതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ആ ബിരിയാണി കഴിക്കുകയും ചെയ്തു. ആ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി ഞാൻ കഴിച്ചു. കഴിച്ചതിന് ശേഷം അന്ന് വൈകുന്നേരം ഒരു 3 മണിയായപ്പോൾ എനിക്ക് ഛർദിൽ തുടങ്ങി. ഇപ്പോൾ 2 or 3 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, മഞ്ഞിമൽ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞാൻ അഡ്മിറ്റായി. അതിനുശേഷം ഭഗവാന്റെ കൃപയാണോ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ബീഫിന്റെ മണം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന ലെവലിലായി വീട്ടിൽ ആഹാരം നിർത്തലാക്കപ്പെട്ടു. അപ്പൊ അത് ഭഗവാന്റെ ഒരു കരുണയായിട്ടാണ് ഞാൻ ഇന്നാണ് അത് മനസ്സിലാക്കുന്നത്. അതിനുശേഷം 34ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ഇത് ഭഗവാന്റെ ഒരു കരുണയായിരുന്നു എന്നെ അത് കാണിച്ചു തന്നത്. കാരണം ഇത് കാണേണ്ടതാണ്. ആര് ഇത് മാംസം കഴിക്കുന്നവരുണ്ടെങ്കിലും നമ്മളിത് കാണണം. കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു മിണ്ടാപ്രാണി അനുഭവിക്കുന്ന വേദന. പത്രം ആസുരിക അന്നൊക്കെ പിന്നെയും കുറച്ച് ഇതൊക്കെ കാണിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഒട്ടും ദയയില്ലാണ്ടാണ് ഇതിനെ കൊല്ലുന്നത്. അത്രയും ക്രൂരമായിട്ടാണ് കൊല്ലുന്നത്. അപ്പോ ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആസുരിക ഇതിനകത്ത് ഇത് നമ്മൾക്കിത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം മറ്റുള്ളവരുടെ അടുത്ത്. ഇതിന്റെ പ്രശ്നങ്ങൾ ഇത്രയാണ്, അല്ലെ? ഒരു ജീവി, ഒരു ജന്മം നമുക്ക് കിട്ടുന്നത് എത്രയോ പൂർവ്വജന്മ സുകൃതം കൊണ്ടിട്ടാണ് നമുക്ക് ഈ ജന്മം കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കരുണ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ കുട്ടികളായാലും മറ്റുള്ളവരായാലും അത് കേട്ടാലും കേട്ടില്ലെങ്കിലും നമ്മളിത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഈ വിവർത്തനത്തില് വളരെ വ്യക്തമായിട്ട് ഈ എല്ലാ ശ്ലോകങ്ങളിലും ആസുര സ്വഭാവികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അർജുന്റെ അടുത്ത് ഭഗവാൻ പറയുന്നുണ്ട്, അർജുന നീ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്, അല്ലെ? എന്തുകൊണ്ടാ? അർജുനൻ ദൈവിക ഗുണത്തിൽ ജനിച്ച ആളായതാണ്, അതുകൊണ്ട് നീ ഭയക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ അർജുന് ഭയക്കണ്ടെങ്കിൽ പിന്നെ ആരാ ഭയക്കേണ്ടത്? നമ്മളാ ഭയക്കേണ്ടത്, അല്ലെ? നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ആ രീതിയിൽ ഭഗവാൻ ഈ പറഞ്ഞതിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ പറയുന്ന പോലെ ഈർഷ്യാലുക്കളായിട്ട് മാറും, അസൂയാലുക്കളായി, ഭഗവാനോട് തന്നെ അസൂയ നമുക്ക് ജനിക്കും. അപ്പോ എന്താ പറയുന്നത്, ഭൗതിക ജീവിതത്തിലെ ആസുര യോനികളിൽ നമ്മളെ വീണ്ടും വീണ്ടും ഭഗവാന്റെ പ്രകൃതി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ വിവർത്തനത്തിൽ പറയുന്നത്. അതായത് ആസുര സ്വഭാവികൾക്ക് പരമപ്രഭുവിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാതിരിക്കാം, അല്ലെ? അവർക്ക് അംഗീകരിക്കാതിരിക്കാം, പക്ഷെ അവർക്ക് ആ നിയമത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാ പറയുന്നത്, അല്ലെ? ശരിയല്ലേ? ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ, എത്ര ഉയരത്തിൽ എത്തിയിട്ടുണ്ടോ, പക്ഷെ അതൊന്നും ഇവിടെ കാര്യമല്ല. നമ്മുടെ ആ മരണം വരുന്ന സമയത്ത് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ട് നമ്മൾ എന്താണോ അവസാനം നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത്, ഭഗവാനെ അല്ല, അല്ലെങ്കിൽ മെറ്റീരിയൽ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്ത ആ കർമ്മങ്ങൾ അനുസരിച്ചിട്ട് ഭഗവാൻ നമ്മളെ നികൃഷ്ടമായിട്ടുള്ള യോനികളിലേക്ക്, ഗർഭത്തിലേക്ക് നിക്ഷേപിക്കും. അപ്പോ ഇതിനകത്ത് പറയുന്നതെല്ലാം നമ്മൾ വായിച്ചു നോക്കി തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഈ ജീവികളെല്ലാം ആകസ്മികമായിട്ട് ജനിക്കുന്നതല്ല, എല്ലാം ഉത്കൃഷ്ട ശക്തിയുടെ ക്രമീകരണങ്ങളാണ്. ആസുര സ്വഭാവികൾ വീണ്ടും വീണ്ടും രാക്ഷസീയ ഗർഭങ്ങളിൽപ്പെട്ട് ഈർഷ്യാലുക്കളായി നരാധമനമായി പിറക്കുന്നുവെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. അപ്പോ ആ കൂട്ടരെ എപ്പോഴും കാമക്രോധത്തിനും ഇതിനൊക്കെ അടിമകളായിരിക്കും, അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും കാമത്തിനൊക്കെ പലപ്പോഴും അടിമപ്പെട്ടു പോകാറില്ലേ, അല്ലെ? അതായത് ഞാനിപ്പോ ഇത് കൺക്ലൂഡ് ചെയ്യാണ്, കാരണം നമ്മുടെ സമയം ആയി കഴിഞ്ഞു. അപ്പോ നമ്മൾ ഡിവോട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സ്വയം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾക്ക് എന്തെങ്കിലും ആസുര സ്വഭാവം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു അനുഭവം ഞാനിപ്പോ ഈ ഇടയ്ക്ക് പറയാം. അപ്പോ അതായത് പലരും എന്നെ പറ്റി പറയാറുണ്ട്, വളരെ ഹമ്പിളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പുകഴ്ത്താറുണ്ട്. അപ്പൊ നമുക്കറിയാം, അയ്യോ ഈ പ്രഭു, കാരണം നമ്മൾ എന്താണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. ഭഗവാനെ കുറിച്ച് ഐ ആം ദ സുപ്പീരിയർ, ഞാനാണ് ഇത് ചെയ്യുന്നത്, ഞാനാണ് നിന്റെ ബുദ്ധി, ഞാനാണ് നിനക്ക് എല്ലാം തരുന്നത് എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. കാരണം എന്താ? ഭഗവാനെ കുറിച്ച് ഭഗവാനെ പറയാൻ പറ്റുള്ളൂ, അല്ലെ? മറ്റാർക്കും പറയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളെ പുകഴ്ത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനോവേദന ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ അതല്ലല്ലോ,
അതാവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഒരു ഭക്തൻ എന്ന് പറയുന്നത് എത്രയോ ഗുണങ്ങൾ വേണം. ആ ഗുണത്തിലേക്ക് ഒരു ഭക്തൻ എത്തണമെങ്കിൽ എന്തൊക്കെയോ ത്യാഗങ്ങൾ സഹിച്ചാലാണ് അതിനകത്തേക്ക് എത്താൻ സാധിക്കുക. അപ്പൊ അതല്ലാത്തതുകൊണ്ട് ആ വേദന ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തൃക്കാക്കരയിൽ നിന്ന് അവിടുന്ന് ഞാൻ ഓട്ടോ ഓടിച്ച് വരുന്ന സമയത്ത് ഒരു കാറുകാരൻ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചാടി. കാരണം അയാൾക്ക് മുമ്പിലേക്ക് പോകാൻ സാധിക്കില്ല, എതിരെന്ന് ഒരു ബസ് വരുന്നുണ്ട്. അയാൾ എന്റെ മുമ്പിൽ ചെറിയ ഗ്യാപ്പിൽ കൊണ്ടുവന്ന് ചവിട്ടി. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. എന്റെ ഓട്ടോ ആണെങ്കിൽ ഒരു കുതിരയാണ്. ചിലപ്പോ ചവിട്ടിയ ബ്രേക്ക് കിട്ടും, ചിലപ്പോ കിട്ടില്ല. ഞാൻ എന്തോ ഭാഗ്യത്തിന് ബ്രേക്ക് കിട്ടി. അപ്പൊ എനിക്ക് അവിടെ ദേഷ്യം വന്നിട്ട് ഞാൻ ആ സമയത്ത് ചാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ, ഒരു പണി ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് കരുതിയിട്ട് ഞാൻ രണ്ടാമത് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഇടതുവശത്ത് കൂടി കൊണ്ടുപോയിട്ട് അയാളുടെ മുമ്പിൽ ചവിട്ടി. അപ്പൊ അയാൾ സഡൻ ബ്രേക്ക് ഇട്ട് അയാളും ചവിട്ടി. അപ്പൊ മുമ്പിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ ടർപ്പായി നീക്കിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി, മനസ്സിലായോ മനുഷ്യ എന്നൊക്കെ ആ ഒരു ഭാവത്തിൽ നോക്കിയപ്പോ അയാള് അവിടെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുക, സ്റ്റിയറിംഗ് വിട്ടു. ഹരേ കൃഷ്ണ എന്നല്ല, അയാൾ സോറി പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എവിടെ നിൽക്കുന്നു, അയാൾ ഭക്തിയിലുള്ള ആളാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ അപ്പോ നമുക്ക് പ്രഭു പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ പലരെ നമ്മൾ ചീത്ത പറയാറുണ്ട്, കാര്യങ്ങൾ. ആ കർമ്മം നമുക്ക്, അയാളുടെ കർമ്മം നമുക്ക് കിട്ടുക. അപ്പോ അയാൾക്ക് ആ കർമ്മം കിട്ടിയില്ല, പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ കർമ്മം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. കാരണം ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചീത്ത പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതേപോലെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് എന്താ പറയുന്നത്, നമ്മൾ എത്ര ഭക്തി ചെയ്ത്, കാരണം നമ്മൾ ഭക്തരായിട്ടില്ല. ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്നെ കുറിച്ചാണ്. ഭക്തനായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഭക്തിയില് ഇനി കൂടുതൽ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയി ആ ലെവലിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ അതിന് ചില കാര്യങ്ങള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അത് ഞാനൊരു പ്രഭുജിയെ എൻ്റെ അടുത്ത്, ഞാൻ പല ആളുകളുടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ കിട്ടും. ഒന്ന്, നമ്മുടെ ഇവിടെ വന്ന സുരഭി മാതാജിയുടെ ആദ്യത്തെ ക്ലാസ്സിൽ ചന്ദ്രശേഖർ പ്രഭുവാണ് അത് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ നമ്മള് മാക്സിമം ഭഗവാന്റെ ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും 16 റൗണ്ട് നാമം ജപിക്കുന്നവരാണ്. നമ്മൾ മാക്സിമം ഭഗവാന്റെ സേവ ചെയ്യുന്നുണ്ട്. അപ്പോ പ്രഭുപാദര് നമുക്ക് ഭക്തിയുത ഭഗവത് സേവനമാണ് പഠിപ്പിച്ചത്, അല്ലെ? വെറും ഭക്തിയല്ല പഠിപ്പിച്ചത്. നമ്മുടെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സന്യാസിമാര് അല്ലെങ്കിൽ ഒരുപാട് മഠാധിപന്മാർ, ഇവരെല്ലാവരും ഭക്തി പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ ഭക്തിയുത ഭഗവത് സേവനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇസ്കോണാണ്, പ്രഭുപാദര പഠിപ്പിക്കുന്നത്. കാരണം ഭഗവാനെ നമുക്ക് നേരിട്ട് സേവ ചെയ്യാനുള്ള അവസരം തരുന്നുണ്ട്. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി നമുക്ക് ഓരോരുത്തർക്കും ഓരോ സേവാ മനോഭാവം ഉണ്ട്, അല്ലെ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ പറയാ, എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ഏത് സേവ ആയിക്കോട്ടെ അതിൽ ഹെൽപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമാണ്. കാരണം ഞാനോ അതിലൊന്നും അഗ്രഹണീയനല്ല. അപ്പൊ അതുകൊണ്ട് ഹെൽപ്പിംഗ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ കുക്ക് ചെയ്യണമെങ്കിൽ വിനോദാസ് പ്രഭുജിയുടെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ വിനോദാസ് പ്രഭുജിയുടെ കുക്കിംഗ്, അല്ലെ? എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രഭുജി ഉറങ്ങുകയാണ്, കാരണം പ്രഭു രാത്രി ഉറപ്പില്ല എന്ന് മാതാജി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രഭുജിയുടെ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭുജി കുക്കിങ്ങിൽ ഭയങ്കര അഗ്രഹണീയനാണ്, മാതാജി. അതേപോലെ പ്രഭു ഒരുപാട് മെയിൻ്റനൻസ്, ഇപ്പൊ പെയിന്റിങ് ആയാലും ഈ നമ്മിരിക്കുന്ന ഹാളിന്റെ ഒരു ഇത് പ്രഭുജിയുടെ ഇതിൽ നിന്നാണ് വന്നത്, അല്ലെ? പ്രഭു ആ സേവനത്തിൽ വളരെ ഉത്കൃഷ്ട ഇത് പുലർത്താറുണ്ട്. അതേപോലെ ഹരികൃഷ്ണൻ പ്രഭുജി ഡിജിറ്റൽ സേവ, അതായത് പ്രഭുജി ഇവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക, ഈ ഡിജിറ്റൽ സേവ ഭയങ്കര ഇതായിട്ട് ചെയ്യുന്ന ആളാണ്. അതുപോലെ ഓരോരുത്തർക്കും ഓരോ സർവീസ്, നമുക്ക് ഇഷ്ടമുള്ള സർവീസ് ഉണ്ട്, അല്ലെ? ഇൻഡിവിജ്വലി നമുക്ക് ഇഷ്ടമുള്ള സർവീസ് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. മാതാജി പറയുന്ന ഒരു കാര്യം, നമ്മള് ബോട്ടം ടു അപ്പ്, അതായത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്ലീനിങ് സേവയാണെന്ന് പറയും മാതാജി. അതായത് മാതാജി ഇവിടെ പറഞ്ഞ ചന്ദ്രശേഖർ പ്രഭു എൻ്റെ അടുത്ത് പറഞ്ഞു തന്നാണ്. അതായത് നമ്മള് നമ്മുടെ ടെമ്പിളില് എന്താണ് നടക്കുന്നത്, നമ്മുടെ ടെമ്പിളിൽ എന്തെങ്കിലും നമ്മുടെ കണ്ണില് എന്താണ് ഉച്ഛിഷ്ടമായിട്ടോ അല്ലെങ്കിൽ അത് ഭഗവാന്റെ അപ്രീതികരമായിട്ട് കിടക്കുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ആ സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ആ കിടക്കുന്നത് അവിടെ ഒരു ഉച്ഛിഷ്ടമല്ല, അത് നമ്മുടെ ഹൃദയ മാലിന്യമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ മാലിന്യം മാറ്റേണ്ടത് നമ്മുടെ കടമയാണ്. ഭഗവാൻ അതിനൊരു ടൂൾസ് പലതും നമുക്ക് ഇട്ടുതരികയാണ്. അപ്പൊ നമ്മളത് ചെയ്യണമെന്നാണ്. അപ്പൊ ടെമ്പിളിൽ വരുന്ന സമയത്ത് നമ്മുടെ സുരഭി മാതാജിക്ക് ഇവിടെ വരുമ്പോൾ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, അല്ലെ? കാരണം ക്ലീനിങ് ഇല്ല, കിച്ചണിലൊക്കെ മാതാജി മുമ്പ് വന്നിരുന്നപ്പോഴും മാതാജി ഇത് ഉന്നയിച്ചായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ ശുദ്ധീകരണം ചെയ്യുമ്പോൾ ഭഗവാന്റെ പാത്രങ്ങളിൽ ഒരു അഴുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഇരുന്നിട്ട് ഈ കോപ്പർ പാത്രത്തിലേക്ക് കറുപ്പ് വരും, അല്ലെ?
പക്ഷെ അത് നമ്മൾ പുളി ഉപ്പൊക്കെ ഉപയോഗിച്ച് കളയണം എന്ന് തന്നെ പറയണേ. കാരണം അത് കളയാണ്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ കളയാണ്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ആ മാലിന്യം അവിടെ തന്നെ ഇരിക്കുക, കളയാൻ സാധിക്കില്ല. നമ്മുടെ ചാൻറ്റിങ് നമ്മൾക്ക് ശുദ്ധീകരണം തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ ഹൃദയ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഭഗവാനും നമ്മളെയുള്ള മിററിലുള്ള പൊടി നമ്മൾ നാവിൽ നിന്നും ശ്രവണം കീർത്തനത്തിലൂടെ നമ്മൾ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പ്രോസസ്സും നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് സുരഭി മാതയിലൂടെയും ഒരുപാട് വൈഷ്ണവരെ എൻ്റെ അടുത്ത് പറഞ്ഞ പ്രകാരം ഞാൻ അത് ഷെയർ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നാമജപമാണ്. നാമജപം പ്രഭാത് പറയുന്നത് ഇതിലും വലിയൊരു പ്യൂരിഫിക്കേഷൻ നമുക്കില്ല, അല്ലെ ഇതിലും വലിയൊരു ഭഗവാന്റെ ദയ നമുക്ക് കിട്ടാനില്ല ഈ നാമജപം കിട്ടിയവർക്ക് എന്നാ പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നാ പറയുന്നത്. ഇപ്പൊ നാമജപം നമ്മളെ പ്യൂരിറ്റി കൂട്ടണമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. നമ്മളെല്ലാവരും നാമം ജപിക്കണ്ട. ഇതില് 16 റൗണ്ട് നാമം ജപിക്കണവർ എത്ര പേരുണ്ട്? 16 റൗണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. ഒരു 10 റൗണ്ട് ഡെയിലി ജപിക്കുന്നവര്, അല്ലെങ്കിൽ ജപിക്കാത്ത ആൾക്കാരുണ്ടോ ഇതിനകത്ത്? ഒരു റൗണ്ട് ജപിക്കുന്നില്ല, അങ്ങനെയില്ല. ഓക്കെ, അപ്പോ എല്ലാവരും ജപിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ. അപ്പോൾ ജപത്തിന്റെ പ്യൂരിറ്റി എങ്ങനെ കൂട്ടാം നമുക്ക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സജഷൻ പറയാൻ പറ്റും ബ്രോജി? പ്യൂരിറ്റി എങ്ങനെ കൂട്ടാന്നുള്ളത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാമജപം പല രീതിയിലുള്ള നാമജപം ഉണ്ട് അല്ലെ. കൂടുതലും നമ്മൾ അപരാധ നാമജപം ചെയ്യുന്നത്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ അടുത്ത് ഒരു ബഹ്റൈനിൽ വെച്ചിട്ട് 5 ദിവസത്തെ ഒരു മഹാരാജന്റെ പേര് ഞാൻ മറന്നുപോയി, സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു മഹാരാജാണ്. 5 ദിവസത്തെ ജപ ആശ്രയ കോഴ്സ് നടന്നു അവിടെയുള്ള. അപ്പൊ അവിടെയുള്ള ഏറ്റവും ശ്രേഷ്ഠനായുള്ള ഒരു ദയാനിധി ശ്യാമസുന്ദർ പ്രഭു ഉണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ശിക്ഷാഗുരു ഒക്കെ തന്നെയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുവരെ ചെയ്തത് ഒന്നും ജപമല്ലായിരുന്നല്ലോ എന്ന് മഹാരാജന്റെ അടുത്ത് അങ്ങോട്ട് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞു. കാരണം അത്രയും 5 ദിവസം നമ്മൾ 5 ദിവസം ജപത്തെക്കുറിച്ച് മാത്രമുള്ള ചർച്ചയായിരുന്നു. ആ ഒരു ചർച്ചയുടെ 4ാമത്തെ ദിവസം അവരെ കൊണ്ട് 64 റൗണ്ട് ചാൻഡ് ചെയ്യിച്ചു. അവരറിഞ്ഞേ ഇല്ല എന്ന് പറഞ്ഞു. 64 റൗണ്ട് വെള്ളം പോലും കുടിക്കാണ്ട് ചാൻഡ് ചെയ്ത് അവരറിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പൊ അത്രയും മനോഹരമായുള്ള ക്ലാസ് ആയിരുന്നു. അപ്പൊ അതില് ഒരു കാര്യം പറയുന്നത്, നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മൾ എന്താണ്, ഒരു മെറ്റീരിയൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല എന്നാ പറയുന്നത്. ആകെ ഇപ്പോ നമ്മൾ ഭഗവാനെ നോക്കി നാമം ജപിക്കുന്നു, നമ്മുടെ ശ്രദ്ധ ഭഗവാനിൽ നിൽക്കുവോ? ഇല്ല. ശരിയാണ്, നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ നാമം ജപിച്ച് ഭഗവാനെ നോക്കിയപ്പോ എന്റെ ശ്രദ്ധ പ്രസാദ് കൃഷ്ണ പ്രഭു ഇട്ട മാലയായിരുന്നു. നല്ല മനോഹരമുള്ള മാല പ്രഭുജി ഇന്ന് കൊണ്ടുവന്നേക്കണം, നല്ല ഭംഗിയുണ്ടെന്ന് എന്റെ മനസ്സിൽ ചിന്തിച്ചു. കാരണം നമ്മുടെ അവിടെ നമ്മളും ഭഗവാനുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത്. കാരണം നമ്മുടെ ചിന്തകൾ അങ്ങനെയാണ്. അപ്പോ മഹാരാജ് പറയുന്നത്, നമ്മുടെ ഈ നാമജപം ചെയ്യുന്നത് രാവിലെ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് പാർട്ടായിട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ്. അതായത് മഹാരാജ് പറയുന്നുണ്ട്, ഈ ചാൻറ്റിങ് മാലയിൽ പോലും, ഈ ചാൻറ്റിങ് ബാഗിൽ പോലും ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലാണ്ട് മറ്റൊരു പിക്ചർ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. പിക്ചർ ഉണ്ടാവാൻ പാടില്ല, നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇവിടെ നമ്മൾ നാമം ജപിക്കുമ്പോൾ ഹരേ കൃഷ്ണ, അവിടെ ഫുഡ് ഫോർ ലൈഫ് ഉണ്ട് അല്ലേ. നമ്മുടെ മൈൻഡ് അത്ര പ്രശ്നമാണെന്നാണ് മഹാരാജ് പറയുന്നത്. അതായത് നമ്മൾ എല്ലാം വായിക്കും, നമ്മൾ വായിക്കുന്നതൊക്കെ സ്പിരിച്വലാണ്, പക്ഷെ അവിടെ നാമജപം ബ്രേക്ക് ആവുമെന്നാ പറയുന്നത്. കാരണം നാമജപം പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ആത്മാവ് തന്നെയാണ്. ആ ആത്മാവ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ മൈൻഡും നമ്മുടെ മനസ്സും ഒക്കെ പൂർണ്ണമായിട്ടും നമ്മൾ കൊടുക്കേണ്ടത് ആ ആത്മാവിന് വിട്ടുകൊടുക്കാന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം നാമം ജപിക്കുന്ന സമയത്ത് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാണ്ട് രാവിലെ 3:30 മുതൽ 6 മണി വരെയുള്ള ടൈമില് ചുരുക്കത്തിൽ പറഞ്ഞ ഒന്നും കാണാത്ത രീതിയിൽ ഒരു വസ്തുവിനെ മാത്രം നമുക്ക് ദർശിക്കാമെന്നാണ് മഹാരാജ് പറയുന്നത്. അതായത് തുളസി മഹാറാണിനെ മാത്രം. തുളസി മഹാറാണി നമ്മുടെ ഭക്തിയെ നമ്മൾ നോക്കുന്തോറും ഭക്തിനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു. നമ്മുടെ മൈൻഡിൽ ഭക്തി കൂട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് തുളസി മഹാറാണിനെ മാത്രം നോക്കി ചാൻഡ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ സെൻട്രൽ ടെമ്പിളിലൊക്കെ തുളസി മഹാറാണിയെ വെച്ചിട്ട് ജപ സെക്ഷൻ വെക്കുന്നത്. കാരണം മറ്റൊന്നും കേൾക്കരുത്. മറ്റൊരു ഡിവോട്ടി ജപിക്കുന്നത് ഒച്ചത്തിലാവുമ്പോൾ സൗണ്ട് നമ്മൾ അതൊക്കെ ഇതിലാവണം. കാരണം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം, നമ്മൾ ജപിക്കുന്നത് നമ്മൾ കേൾക്കണം അല്ലെ. അപ്പൊ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കുകയും ചെയ്ത്. പ്രഭാതർ ഒരു ദിവസം ഒരു ഹാളിലേക്ക് കടന്നു വന്നപ്പോൾ പ്രഭാതരുടെ ചാൻഡിങ് വളരെ ഒച്ചത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രഭാതറിന് സ്റ്റോപ്പ് ദ ചാൻഡിങ് എന്ന് പറഞ്ഞു മഹാരാജ് പറഞ്ഞു. അതായത് ആ ഓഡിയോ നിർത്താൻ പറഞ്ഞു. കാരണം നിങ്ങൾ ജപിക്കേണ്ടത് നിങ്ങളാ കേൾക്കേണ്ടത്. ഞാൻ നാമം ജപിക്കുന്നതല്ല നിങ്ങൾ കേൾക്കേണ്ടതെന്ന്
പ്രഭാതർ പറയണ്ടായി. അപ്പൊ നമ്മള് എപ്പോഴും മാക്സിമം ആ ശ്രവണം കീർത്തനം എപ്പോഴും നമ്മളുണ്ട്. നമ്മള് കീർത്തനം ചെയ്യുക, നാമം ജപിക്കുക, അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഒരു കാര്യം വരെ കീർത്തനം നമ്മുടെ കീർത്തനവും നാമജപവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിയല്ലേ? കീർത്തനം എന്ന് വെച്ചാൽ എന്താ കീർത്തനം? എല്ലാവരും കൂടി ഇരുന്ന് കീർത്തനം ചെയ്യുന്നു അല്ലെ? നാമജപം നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു ഡെഫിനേഷൻ മഹാരാജ് പറയുന്നുണ്ട്. കീർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഡിവോഷണൽ സർവീസ് ഈസ് കീർത്തനാണ്. അതാണ് നമ്മളെ സങ്കീർത്തന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ഭഗവാന്റെ പാത്രം കഴുകുന്നു, കീർത്തനാണ്. ഭഗവാന്റെ ഭോഗം നമ്മൾ റെഡിയാക്കുന്നു, കീർത്തനാണ്. നമ്മൾ ഭഗവാന്റെ ഡ്രസ്സ് അണിയിക്കുന്നു, കീർത്തനാണ്. ഭഗവാൻ മാല അലങ്കാരം ചെയ്യിക്കുന്നു, എല്ലാം കീർത്തനം തന്നെയാണ്. അതെല്ലാം കീർത്തനമാണ്. നാമജപം നമ്മളും ഭഗവാനും മാത്രമുള്ള ഇൻഡിവിജ്വൽ ഒരു സെഷനാണ്. അപ്പോൾ ആ കീർത്തനത്തിൽ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒന്നും നമ്മൾ നാമം ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. അതായത് ഇവിടെ കീർത്തനം നടക്കുന്നു, നമ്മൾ ആ കീർത്തനത്തിൽ ഇരുന്ന് ഒരിക്കലും നാമജപം ചെയ്യാൻ പാടില്ല. ഒരു സേവ നടക്കുന്നു, ആ സേവനത്തിൽ ഇരുന്ന് നാമജപം ചെയ്യാൻ പാടില്ല. നമുക്ക് അത് റെക്കോർഡിക്കലി കേൾക്കാം, ക്ലാസ് റെക്കോർഡിക്കലി പോലും കേൾക്കേണ്ടെന്നാണ് മഹാരാജ് പറയുന്നത്. അതായത് ക്ലാസ് കേൾക്കാം, എന്താ പറയുന്നത്, മറ്റ് കീർത്തനങ്ങള് നമ്മൾ മറ്റ് ഇതിൽ കേൾക്കാം. പക്ഷെ നമ്മൾ നാമജപം അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അത്രയും ഇൻഡിവിജ്വലി അത്രയും സീക്രട്ട് ആണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം. നമ്മുടെ ഭക്തി എന്താണെന്ന് ആകെ അളക്കുന്നത് ഗുരുവും ഭഗവാനും മാത്രമാണ് അല്ലെ? അപ്പൊ ആ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്കിത് എന്താ പറയുക, ഇത് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഡിവോട്ടികളായിട്ടുള്ള പ്രശ്നങ്ങളല്ലാണ്ട് നമ്മളിത് ഒന്നുമല്ല. നമ്മൾ മറ്റ് ഡിവോട്ടികളുടെ അടുത്ത് എങ്ങനെ മഹാരാജന്റെ അതിനകത്ത് പറയുന്നുണ്ട്, അപരാധങ്ങൾ നമ്മൾ ഒരുപാടുണ്ടാവും. ഒരു ഡിവോട്ടിയുടെ അടുത്ത് നമുക്ക് ദേഷ്യം ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടാവും. ആ ചിലപ്പോൾ ആ പ്രഭു നമ്മളോട് ചെയ്ത മാനസികമായിട്ട് നമ്മളെ വേദനിപ്പിച്ചേക്കണ ഒരുപാട് ദേഷ്യങ്ങളുണ്ടാവും. പക്ഷെ ആ ദേഷ്യം നമ്മൾ ഒരിക്കലും കാണിക്കരുതെന്ന് പറയുന്നത്. കാണിക്കാണ്ട് അത് എന്താ പറയുന്നത്, അത് നമ്മുടെ ഗോഡ് ബ്രദറാണ്. നമ്മൾ ആ പ്രഭുവിനെ അല്ലെങ്കിൽ മാതാജിയെ നമ്മൾ ഹേർട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്, അത് മാറ്റിയെടുക്കണേ. മഹാരാജ് പറയുന്നത് ഒരിക്കലും ആ പോയിട്ട് അന്ന് ആ വിഷയം അങ്ങനെ നടന്നത് ഇന്ന കാരണം കൊണ്ടാണ് പ്രഭു, അല്ലാണ്ട് അതല്ല എന്ന് ഒരിക്കലും ക്ലാരിഫൈ ചെയ്യാൻ നിൽക്കരുത് എന്നാണ് പറയുന്നത് മഹാരാജ്. മഹാരാജ് പറയുന്നത് നമ്മൾ ആ പ്രഭുവിന്റെ വീട്ടിൽ പോവുക, വീട്ടിൽ പോയിട്ട് അവിടെ ഉണ്ടാക്കുന്ന പ്രസാദം കഴിക്കുക, അവിടുത്തെ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുക, തിരിച്ചു പോരുക. ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്ന് മഹാരാജ് ഉണ്ട്. ഇത് തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാരണം എന്താന്ന് പറയുന്നത് മഹാരാജ്, ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ ഈ പ്രഭുവിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ തലയിൽ വരുന്നവരാണ്. നമ്മൾ ആ പ്രഭുവായിട്ടുള്ള അല്ലെങ്കിൽ മാതാജിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇൻഡിവിജ്വൽ നമ്മുടെ മൈൻഡിൽ ഉണ്ട്. കാരണം എന്താണ്, അത് നമ്മുടെ ഗോഡ് ബ്രദറാണ്, നമ്മുടെ ഗോഡ് ബ്രദറാണ്, നമ്മൾ ഒരുമിച്ച് സർവീസ് ചെയ്യണവർ. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഇത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആ നാമം നമുക്ക് ചിലപ്പോൾ സെൻട്രലിൽ തന്നെ വരാൻ തോന്നൂല, പലവിധ പ്രശ്നങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കരുത്. നമ്മൾ മാക്സിമം നമ്മുടെ സെന്ററിൽ സർവീസ് ചെയ്യുക. ഇനി നമ്മുടെ സെന്റർ ഒരുപാട് മുന്നോട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ വെക്കുകയാണ് അല്ലെ, പുതിയ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ ഒരിക്കലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളല്ല. ഞാൻ ഒരുപാട് ആസുര സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് എല്ലാം ഗുരുമരാജന്റെ കൃപ കൊണ്ട് മാത്രം, ഈ വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട് നടന്നതാണ്. ഹരേ കൃഷ്ണ. സമയം കൂടിപ്പോയി, ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. സംശയം ഉണ്ടെങ്കിൽ നരോത്തമദാസ് പൂജ ഉണ്ട്, പ്രേമമയ പ്രഭു ഉണ്ട്, എല്ലാവരും അതിന് ഉത്തരം തരും. ഹരേ കൃഷ്ണ. ഓക്കെ.